ഹലോ സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ബേക്കറി സ്റ്റൈലിലുള്ളൊരു ടീ കേക്കാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ടീ കേക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ടീ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ബേക്ക് ചെയ്യാനായിട്ടുള്ള ടിന്നൊന്ന് റെഡിയാക്കി വയ്ക്കണം. ഒന്ന് ഫസ്റ്റ് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കണം. അപ്പോൾ 1 കപ്പ് മൈദയിലാണ് നമ്മളിന്ന് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾക്കിപ്പോൾ മെഷറിംഗ് കപ്പ് ഒന്നും വേണമെന്നില്ല. ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ബാക്കിയെല്ലാം എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഈ പൊടി ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് നമുക്കൊരു ജാറൊന്ന് എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഈ മുട്ട നമുക്കൊരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതേപോലെ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ ഇതൊരു സെയിം അളവായിരിക്കും. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരേക്ക് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇതേപോലെയാണ്. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി വേണം. നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന അതേ സെയിം എസൻസ്. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോഴാണ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടീ കേക്കിൻ്റെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എസൻസൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ അരിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സാവധാനത്തിൽ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ പൊടിയും ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ പൊടികളും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാല് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടായാൽ മതിയാവും. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ നമുക്ക് ഈ ചൂടുള്ള പാലിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു ടീ കേക്കിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ ഈ ബട്ടർ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് സാവധാനത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാലും ബട്ടറും കൂടിയിട്ടുള്ള ഒരു മിക്സ് നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെക്കണം. നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മളിന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഓരോ സ്റ്റവിൻ്റെയും അതിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് കുറച്ചൊന്ന് ടൈം വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാം. ഇതേപോലെ ഒന്ന് സ്ക്യൂർ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ടീ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണ്ട. ഞാനിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ടീ കേക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ടീ കേക്കിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ടീ കേക്ക് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.